ഇത് ചന്ദ്രശേഖരപുരം അഗ്രഹാരം. പാലക്കാട് ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അഗ്രഹാരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള എടത്തറ ചന്ദ്രശേഖരസ്വാമി ക്ഷേത്രത്തിൻ്റെ പിൻകാല ചരിത്രം. അന്നത്തെ കാലത്ത് എടത്തറയുൾപ്പെടെ പല പ്രദേശങ്ങളും പാലക്കാട് രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു അത്രേ. അക്കാലത്ത് ചന്ദ്രശേഖരപുരം എന്ന സ്ഥലം കണ്ണാടി ഭാരതപ്പുഴയുടെ തീരത്ത് വിജനമായ സ്ഥലമായിരുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്ത് ചന്ദ്രശേഖരപുരം എന്ന ഗ്രാമമുണ്ട്. പാലക്കാട്ട് രാജാവിൻ്റെ ക്ഷണീതാവായിട്ട് അവിടെ നിന്നും ബ്രാഹ്മണന്മാരെ ഇവിടെ എത്തിച്ചുവെന്നാണ് പഴമക്കാർ പറയുന്നത്. അവിടുത്തെ ചന്ദ്രശേഖരസ്വാമിയെ എടത്തറയിലെത്തിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നതും ഇവിടെ എത്തിച്ച ബ്രാഹ്മണന്മാരായിരുന്നു അത്രേ. പ്രാരംഭഘട്ടത്തിൽ എടത്തറ ചന്ദ്രശേഖരപുരം ഗ്രാമത്തിൽ 130ഓളം കുടുംബങ്ങളാണ് താമസിച്ചു വന്നത്. കാലക്രമേണ ഇപ്പോഴത് 100-ൽ താഴെ മാത്രം കുടുംബങ്ങളായി. ഇവിടെ ഇന്ന് 2000-ലേറെ ആളുകളാണ് ഉള്ളത്. ഇതിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജോലിയെടുത്ത് വരുന്നവരും ഏറെയാണ്. കണ്ണാടി ഭാരതപ്പുഴയുടെ തീരത്ത് ഏകദേശം 3 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ചന്ദ്രശേഖരപുരം ഗ്രാമം ഉൾപ്പെടുന്നത്.